നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. തംനെയിലിൽ ആരും ചിരിക്കരുത് എന്ന് കണ്ട് ഒഫൻഡഡ് ആവേണ്ട. അത് ഫ്ലമിംഗ് പറഞ്ഞ വാക്കുകൾ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് ചിലർ ചിരിക്കും ഇത് പറയുമ്പോൾ, പക്ഷെ അങ്ങനെ ചിരിക്കേണ്ടതില്ല, ഞങ്ങളുടെ മുന്നിൽ RCBയുടെ മാതൃകയുണ്ടെന്നാണ്. അപ്പോൾ അതുകൊണ്ട് അത് കൊടുത്തു എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ CSK ആരാധകർ അത് കണ്ട് ഒഫൻഡഡ് ആവേണ്ട. CSKയുടെ ഇപ്പോഴത്തെ സ്ഥിതി എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ ഒഫൻഡഡ് ആവാനൊന്നുമില്ല. സ്ഥിതി പരിതാപകരമാണ് എന്നതെല്ലാവർക്കും അറിയാവുന്നതാണ്. CSK വേഴ്സസ് SRH മത്സരം ഇന്ന് രാത്രി ചെപ്പോക്കിൽ വെച്ച് നടക്കുകയാണ്. ചെപ്പോക്കിൽ പഴയ പോലെ കോട്ട അത്ര ശക്തമൊന്നുമല്ല, കോട്ടയ്ക്ക് വിള്ളലൊക്കെ ഉണ്ട്. എന്നാലും ഇന്ന് SRH അല്ലേ വരുന്നത്. SRH അതിനേക്കാൾ പരിതാപകരമായ അവസ്ഥയിലല്ലേ. അപ്പോൾ അതുകൊണ്ട് വിജയിച്ച് കയറാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് CSK ആരാധകരുള്ളത്. 8 കളികളിൽ നിന്ന് 4 പോയിന്റ് ആ രണ്ട് ടീമിനും ഉള്ളത്. CSKക്ക് ഇനി പ്ലേ ഓഫിൽ എത്തണമെങ്കിൽ, എന്തെങ്കിലും സാധ്യത ബാക്കിയുണ്ടെങ്കിൽ, ബാക്കി വരുന്ന 6 കളികളും ഇനിയുള്ള 6 കളികളും വിജയിക്കണം. എങ്കിൽ മാത്രമാണ് ഒരു 16 പോയിന്റിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ CSK കൊണ്ടാവുമോ? അതാണ് ചോദ്യം. അതിനാണ് ഫ്ലമിംഗിന്റെ മറുപടി. ഇന്നലെ പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞത്, വി ആർ സ്റ്റിൽ ഹോപ്പ്ഫുൾ ഓഫ് വിന്നിംഗ് 6 out of 6 ആൻഡ് സം വിൽ ജിഗിൾ അറ്റ് ദാറ്റ്, ബട്ട് RCB സെറ്റ് എ ബ്ലൂ പ്രിന്റ് ഫോർ ദാറ്റ് ദി ഇയർ ബിഫോർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വ്യക്തമാണല്ലോ, അതിനാണ് ഇങ്ങനെ വായിച്ചത്. അതായത് 6 കളികളിൽ 6ഉം വിജയിച്ച് പ്ലേ ഓഫിലേക്ക് എത്താൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇപ്പോഴും ഉള്ളത്. അത് കേൾക്കുമ്പോൾ ചിലർ ചിരിക്കുമായിരിക്കും, പക്ഷെ അങ്ങനെയല്ല. RCB ഞങ്ങളുടെ മുന്നിൽ ഒരു വർഷം മുമ്പ് ഇതിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് നമുക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട് എന്ന്. യെസ്, RCB കഴിഞ്ഞ കൊല്ലം ഇങ്ങനെയായിരുന്നു. ഇതുപോലെ തകർന്ന് തരിപ്പണമായി നിന്നതാണ്. തുടരൻ മത്സരങ്ങൾ വിജയിച്ചെങ്കിലേ എത്താൻ പറ്റൂ എന്നറിയാമായിരുന്നല്ലോ. എന്നിട്ട് അവർ വിജയിച്ച് കയറിയില്ലേ? ഏറ്റവും ഒടുവിലത്തെ മത്സരത്തിൽ CSKക്ക് തന്നെ പണി കൊടുത്തല്ലേ അവർ കടന്നുപോയത് അന്ന് പ്ലേ ഓഫിലേക്ക്. അതാണ് ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നത് സ്റ്റീഫൻ ഫ്ലെമിംഗ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, സോ ഇപ്പോഴും അവസരങ്ങൾ ഉണ്ടെങ്കിൽ, സ്റ്റിൽ ചാൻസ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കണ്ണ് അതിൽ തന്നെയാണ്. അത് നടപ്പാക്കിയെടുക്കാനായിരിക്കും ഞങ്ങൾ ശ്രമിക്കുക. ഞങ്ങളുടെ പ്ലെയേഴ്സ് മികച്ച രൂപത്തിൽ കളിക്കാൻ വേണ്ടി പരിശ്രമിക്കും. പക്ഷേ ഞങ്ങൾ അവെയറാണ്, അത് വർക്കൗട്ട് ആയില്ലെങ്കിലോ എന്നതിനെ കുറിച്ചും ഞങ്ങൾ ഇപ്പോൾ അവെയറാണ്. സോ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒരു പുവർ സീസണിൽ ഏറ്റവും നല്ലത് എന്തുണ്ടാക്കാൻ കഴിയുമെന്നതിനെ കുറിച്ചായിരിക്കും പിന്നെ ഞങ്ങൾ നോക്കുക എന്നുകൂടി അദ്ദേഹം പറഞ്ഞത്. ഇത് MSD കഴിഞ്ഞ ദിവസവും പറഞ്ഞത് തന്നെയാണ്. ഇനിയുള്ള കളികളൊക്കെ വിജയിച്ച്, അതായത് കഴിഞ്ഞ കളി തോറ്റതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഇനിയുള്ള കളികളൊക്കെ വിജയിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കും. ഇല്ലേ, അടുത്ത സീസണിന് വേണ്ടി ടീമിന് നല്ലൊരു കോമ്പിനേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമെന്ന് MSD പറഞ്ഞില്ലേ. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഇന്നലത്തെ ഫ്ലെമിംഗിന്റെ വാക്കുകളെയും കണ്ടാൽ മതി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.